RSS ഉണ്ടാക്കുന്ന ആഘാതം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്നില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ CPM വിമർശിക്കും. എന്നാൽ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വർഗീയതയുടെ പേരിൽ താരതമ്യം ചെയ്യുന്നത് അനുപാതരഹിതമാണ്. SDPIയുമായി ചർച്ച നടത്തി ധാരണയുണ്ടാക്കുക CPM നിലപാടല്ല. എന്നാൽ അവർ പിന്തുണ നൽകിയാൽ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും MA ബേബി ന്യൂസ് 18 മീറ്റ് ദി ലീഡറിൽ പറഞ്ഞു. അങ്ങനെ അവർ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രയോജനം അവിടെ ചില പാർട്ടികൾക്കോ മുന്നണികൾക്കോ കിട്ടിയെന്നും വരും. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നം വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുക. വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ ഒരു ഘടക പാർട്ടിയെ പോലെയാണ് എന്ന് VD സതീശൻ പറയുക. വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം ഒരിക്കലും ഉയർത്തിയിട്ടില്ല എന്ന തെറ്റായ പ്രചരണം നടത്തുക. യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി RSS ഹിന്ദുരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായാൽ മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന മൗദൂദിയുടെ കാഴ്ചപ്പാട് ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്ന കൂട്ടർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS ഉയർത്തുന്ന ഭീഷണി അതിന് തുല്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്നത് എന്ന് അനുവാദരഹിതമായി ഞങ്ങൾ പറയില്ല. ഇവരെ എത്ര മതരാഷ്ട്രവാദം ഉന്നയിച്ചാലും അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്, അത് ഭർഷിക്കപ്പെടേണ്ടതാണ്. അതേസമയം ഇതിനെ സമീകരിക്കുക, RSS ചെയ്യുന്നു അതുപോലെ തന്നെ അപകടകരമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്ന് പറയുന്നത് ഒരു അനുവാദരഹിതമായ കുറ്റാരോപണമാണ്. അവരെ വിമർശിക്കേണ്ടതാണ്. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരു നാണയത്തിന് രണ്ട് വശം അങ്ങനെ ചിത്രീകരിക്കുന്നില്ലേ? അവരുടെ വാദഗതികൾ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ആഘാതം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും RSS ഉണ്ടാക്കുന്നത് പോലെയുള്ള ആഘാതം ഉണ്ടാക്കാൻ ഇവർക്ക് ശേഷിയില്ല. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ചില മണ്ഡലങ്ങളിലെങ്കിലും LDFന് കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നില്ല LDF. അല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ സമീപനം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ വിമർശിക്കും, തുറന്നു കാട്ടും. അത് അനുവാദരഹിതമായി ചെയ്യില്ല. RSS ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭീഷണി എന്ന് പറയുന്ന RSS ആണ്. ആ RSSനെ നേരിടാനെന്ന വിധം വെൽഫെയർ പാർട്ടി ഉണ്ടാവുമ്പോൾ വെൽഫെയർ പാർട്ടി ഫലത്തിൽ RSSനും നിലനിൽക്കാനും പ്രവർത്തിക്കാനും അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നു. ആ അർത്ഥത്തിൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയെ വിമർശിക്കുന്നു. വെൽഫെയർ പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ധാരണയുണ്ടാക്കാനും CPIMഉം LDFും തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷം വെൽഫെയർ പാർട്ടി ഏതെങ്കിലും മണ്ഡലത്തിൽ അവരവരുടേതായ കാരണങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പിടിച്ച് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന വെൽഫെയർ പാർട്ടിയുടെ ആളുകളെ അവർ നിൽക്കുന്ന ക്യൂവിൽ പോയി നിന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും CPIMനും LDFനും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു പ്രവർത്തന ശൈലി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അത് വളരെ വിചിത്രമല്ലേ? SDPയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? ഇതേ സമീപനം തന്നെയാണോ? SDPIയോട് അവരുടെ ഇന്നത്തെ തീവ്രവാദപരമായ അക്രമാസക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സമീപനത്തിലേക്ക് അവർ മാറണം എന്ന അഭ്യർത്ഥന ഞങ്ങൾ നടത്തുന്നു. SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ഫലത്തിൽ RSSൻ്റെ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം ഒരുക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. SDPIയുമായി ഇത്തരം കാരണങ്ങളാൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ധാരണ വരുത്തുന്നതിന് കഴിയില്ല, അതിന് യാതൊരു സാധ്യതയുമില്ല. പക്ഷേ SDPI പിന്തുണ നൽകിയാൽ സ്വീകരിക്കും. അല്ല, അത് സ്വീകരിക്കുക എന്നുള്ള പ്രശ്നമില്ലല്ലോ. SDPI വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് റദ്ദാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. അല്ല, പക്ഷേ SDPയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പോലെ ആയിരിക്കില്ല. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ SDPI അങ്ങനെയല്ല. അവർക്ക് കുറച്ചുകൂടി അവർ താല്പര്യപ്പെടുന്നത് LDFനെയാണ്. അവരുടെ പല നേതാക്കളും അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. LDF ആണ് സംഘപരിവാറിനെ നേരിടാൻ കേരളത്തിൽ ശരിയായ ചോയ്സ് എന്നുള്ളതാണ് SDPയുടെ നിലപാട്. അപ്പോൾ SDPയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ അവർ സ്വാഭാവിക ഒരു ഉപാധികളും ഇല്ലാതെ തരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? എങ്ങനെയാണ്? അല്ല, അത് സ്വീകരിക്കാൻ തയ്യാറാണ് അല്ല എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. SDPI അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും UDFും ഒക്കെ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അവർക്ക് ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ താല്പര്യമില്ല, ഔത്സുക്യമില്ല എന്ന് അവർ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനപ്പുറം SDPIയുമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്താനോ ആ ചർച്ചയിലൂടെ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കാനോ CPIMോ LDFോ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.